ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയുടെ PA ദേവേന്ദ്ര ശർമ്മ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ചോദ്യം ചെയ്യലിനായി ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് ദേവേന്ദ്ര ശർമ്മയ്ക്ക് ഇഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. അതേസമയം കേസിൽ കെ കവിതയെ വീണ്ടും ചോദ്യം ചെയ്യുവാനുള്ള ഇഡി നീക്കത്തിന് പിന്നാലെ തിരക്കിട്ട കൂടിയാലോചനകളിലാണ് BRS. കേസുമായി ബന്ധപ്പെട്ട് CBI ദേവേന്ദ്ര ശർമ്മയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സിസോദിയുടെ നിർദ്ദേശമനുസരിച്ച് താനാണ് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയതെന്ന് ശർമ്മ CBIക്ക് മൊഴി നൽകി. കേസിൽ മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി കോടതി 5 ദിവസം നീട്ടിയിരുന്നു. സിസോദിയയെ ദേവേന്ദ്ര ശർമ്മയ്ക്കും കെ കവിതയ്ക്കും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. അതേസമയം കെ കവിതയോട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ നോട്ടീസിന് പിന്നാലെ നിയമവിദഗ്ധരുമായി കവിത ചർച്ച നടത്തി. ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് കവിതയുടെ നിലപാട്. ഹാജരാകാൻ വീണ്ടും ഇഡി നോട്ടീസ് അയച്ചത് തള്ളിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും നിയമോപദേശം തേടിയത്. ഡൽഹി മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ അഴിമതി ആരംഭിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. മനീഷ് സിസോദിയയും BRS നേതാവ് കവിതയും തമ്മിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടായിരുന്നുവെന്ന് കവിതയുടെ മുൻ ഓഡിറ്റർ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. സിസോദിയ 1 വർഷത്തിനിടെ 14 മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചെന്നും ഇഡി കണ്ടെത്തി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.